മലയാള സിനിമയിലെ പ്രിയപ്പെട്ട നടൻ സുധീഷിൻ്റെ കലാജീവിതത്തിന് പിന്നിൽ വലിയൊരു കുടുംബ പാരമ്പര്യത്തിൻ്റെ കഥയുണ്ട്. കോഴിക്കോട്ടെ റിട്ടയേർഡ് ഡെപ്യൂട്ടി കളക്ടറും ഭരതം, സതയം, ഇന്ത്യൻ റുപ്പി തുടങ്ങിയ ചിത്രങ്ങളിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതനായിരുന്ന അന്തരിച്ച നടൻ ടി. സുധാകരൻ നായരുടെയും സൂര്യപ്രഭയുടെയും ഏക മകനാണ് സുധീഷ്. കോഴിക്കോട് സെന്റ് ജോസഫ്സ് ബോയ്സ് സ്കൂളിലും ദേവഗിരി സെന്റ് ജോസഫ്സ് കോളേജിലുമായി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ താരം അച്ഛൻ പകർന്നു നൽകിയ കലയുടെ വഴിയിലൂടെയാണ് വെള്ളിത്തിരയിലേക്ക് എത്തിയത്. ഭാര്യ ധന്യയും കൊച്ചവ്വ പൗലോ അയ്യപ്പ കൊയ്ലോ എന്ന ചിത്രത്തിലൂടെ ബാലനടനായി അരങ്ങേറ്റം കുറിച്ച രുദ്രാക്ഷ് ഉൾപ്പെടെയുള്ള 2 ആൺമക്കളും അടങ്ങുന്നതാണ് സുധീഷിന്റെ കുടുംബം. അടൂർ ഗോപാലകൃഷ്ണന്റെ അനന്തരം എന്ന ചിത്രത്തിലൂടെ വെറും 15-ാം വയസ്സിലാണ് സുധീഷ് സിനിമാ ലോകത്തേക്ക് കടന്നു വന്നത്. അന്നു മുതൽ ഇന്നുവരെ കഴിഞ്ഞ 39 വർഷത്തിലേറെയായി മലയാള ചലച്ചിത്ര രംഗത്ത് സജീവമാണ് അദ്ദേഹം. കരിയറിന്റെ തുടക്കകാലത്ത് സിനിമ ഒരു സുരക്ഷിത മേഖലയാണോ എന്ന് സംശയിച്ചു നിന്നപ്പോഴാണ് മണിച്ചിത്രത്താഴ് എന്ന എക്കാലത്തെയും വലിയ വിജയചിത്രം സംഭവിക്കുന്നത്. ചിത്രത്തിലെ ചന്തു എന്ന കഥാപാത്രവും കിണ്ടി എന്ന വിളിയും പ്രേക്ഷകർക്കിടയിൽ വലിയ തരംഗമായി മാറി. വലിയ താരനിരയ്ക്കൊപ്പം അഭിനയിച്ച് നേടിയ ഈ ജനപ്രീതിയാണ് സിനിമയിൽ ഉറച്ചു നിൽക്കുവാൻ സുധീഷിന് ആത്മവിശ്വാസം നൽകിയത്. തുടക്കകാലത്ത് ചെപ്പടി വിദ്യ പോലുള്ള സിനിമകൾ ശ്രദ്ധിക്കപ്പെട്ടെങ്കിലും നായകനായി അഭിനയിച്ച ചിത്രങ്ങൾ വാണിജ്യപരമായി വലിയ വിജയം നേടിയില്ല. ഇതോടെ അച്ഛനേക്കാൾ വലിയ ഉയരങ്ങളിലേക്ക് നായകനായി കുതിക്കുമെന്ന് പ്രതീക്ഷിച്ച താരം നായകന്റെ കൂട്ടുകാരൻ വേഷങ്ങളിലേക്ക് ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുകയായിരുന്നു. എങ്കിലും വലിയ സൗഹൃദ വലയങ്ങളുടെ ഭാഗമാകാതെ തന്നെ ഫാസിൽ, സിബി മലയിൽ, സത്യൻ അന്തിക്കാട്, കമൽ തുടങ്ങിയ പ്രമുഖ സംവിധായകരുടെ ചിത്രങ്ങളിൽ മികച്ച അവസരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. അനിയത്തിപ്രാവിലെ രാധാമാധവൻ, വല്യേട്ടനിലെ ശങ്കരൻകുട്ടി, ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രതിളക്കത്തിലെ ചന്ദ്രൻ, പട്ടാളത്തിലെ സുഗു തുടങ്ങി ഓർമ്മിക്കപ്പെടുന്ന ഒട്ടനവധി വേഷങ്ങൾ ഈ കാലഘട്ടത്തിൽ അദ്ദേഹം സമ്മാനിച്ചു. അഭിനയത്തിന് പുറമെ നന്ദനം, ഓ ഫാബി തുടങ്ങിയ ചിത്രങ്ങളിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായും അദ്ദേഹം തിളങ്ങി. വർഷങ്ങളോളം ചോക്ലേറ്റ് ഹീറോ വേഷങ്ങളിലും നായകന്റെ കൂട്ടുകാരനായും ഒതുങ്ങിപ്പോയ സുധീഷിന്റെ കരിയറിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റായി മാറിയത് 2018-ൽ പുറത്തിറങ്ങിയ തീവണ്ടി എന്ന ചിത്രമാണ്. അതുവരെ കണ്ട സ്ഥിരം പാറ്റേണുകളിൽ നിന്ന് മാറി തികച്ചും വ്യത്യസ്തമായതും പെർഫോമൻസ് സ്കോപ്പുള്ളതുമായ വേഷങ്ങൾ ഈ ചിത്രത്തിന് ശേഷം അദ്ദേഹത്തെ തേടിയെത്തുവാൻ തുടങ്ങി. അനന്തരത്തിലെ കുഞ്ഞ് അജയ്കുമാർ, മുദ്രയിലെ ഉണ്ണി മുതൽ 2018-ലെ വർഗീസ് വരെയുള്ള കഥാപാത്രങ്ങൾ സുധീഷിന്റെ അഭിനയ ജീവിതത്തിലെ മികച്ച ഏടുകളാണ്. അടുത്തിടെ റിലീസ് ചെയ്ത ധീരൻ എന്ന ചിത്രത്തിലെ ജോപ്പൻ എന്ന കഥാപാത്രമായി സ്ലാപ്സ്റ്റിക് ഹ്യൂമർ പശ്ചാത്തലത്തിൽ തകർപ്പൻ പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. വെറും ഡയലോഗുകളിൽ മാത്രമല്ല, ശരീരഭാഷ കൊണ്ടും അദ്ദേഹം പ്രേക്ഷകരെ അമ്പരപ്പിച്ചു. വലിയ വിജയമായി മാറിയ വാഴ 2 എന്ന ചിത്രത്തിലെ അച്ഛൻ വേഷവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. നായക നടൻ എന്ന പദവിക്കപ്പുറം നിത്യജീവിതത്തിൽ നമ്മൾ കാണുന്ന സാധാരണ മനുഷ്യരെ പോലെ സ്ക്രീനിൽ പെരുമാറുവാൻ കഴിയുന്ന മലയാള സിനിമയിലെ ഏറ്റവും കരുത്തുറ്റ സ്വഭാവ നടന്മാരിൽ ഒരാളായി ഇന്ന് സുധീഷ് സ്വയം അടയാളപ്പെടുത്തി കഴിഞ്ഞു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.